സംസ്ഥാനത്ത് കാലവർഷമെത്തി സ്ഥിരീകരിച്ച് കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട്. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. കൊല്ലത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. വർക്കല ബീച്ചിൽ വീണ്ടും കുന്നിടിച്ചിൽ. സ്വർണ്ണക്കടത്തിൽ ശശി തരൂർ എംപിയുടെ PA കസ്റ്റംസിന്റെ പിടിയിൽ. ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ 2 പേർ പിടിയിലായത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച്. 500 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. അറസ്റ്റ് ഞെട്ടിച്ചെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ശശി തരൂർ. വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ വിദേശ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണമില്ല. കമ്പനിക്കെതിരെ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി. ഷോൺ ജോർജ് നൽകിയ ഹർജി തീർപ്പാക്കി. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. 1 വർഷത്തിനുള്ളിൽ പൊളിച്ചു നീക്കൽ നടപടി പൂർത്തിയാക്കണം. കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ കണ്ടെത്താൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഒരു മതത്തിനും സർക്കാർ ഭൂമി കയ്യേറി ആരാധന നടത്താൻ അനുമതിയില്ലെന്ന് നിരീക്ഷണം. ജോസ് കെ മാണിക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകി അനുനയിപ്പിക്കാൻ നീക്കം. രാജ്യസഭാ സീറ്റിൽ LDF ഉഭയകക്ഷി ചർച്ച ജൂൺ 6 മുതൽ. കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചർച്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ വിധി എഴുതുക. 57 മണ്ഡലങ്ങൾ. ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി ഇന്ന് കന്യാകുമാരിയിൽ.